മലയിൽ പുതുതായി തുറന്ന ഗുഹയിൽ അടക്കി ആരാധ്യനേ. നാഥൻ ഹൃദയെ തോൽപ്പിച്ചുയർക്കും ഉദയം പോലുടനെ, ഉദയം പോലുടനെ. ഈ ലോകകാര്യങ്ങളിൽ എന്നാളും നിക്ഷേപം കാണുന്നവർ, ഈ ലോകകാര്യങ്ങളിൽ എന്നാളും നിക്ഷേപം കാണുന്നവർ, ഒന്നറിയേണം ശാശ്വതമല്ല യാതൊന്നും ഈ ജഗത്തിൽ. കുരിശേൽക്കുന്നവർ സ്വയം താഴുന്നവർ പുനരുത്ഥാനമാസ്വദിക്കും. കുരിശേൽക്കുന്നവർ സ്വയം താഴുന്നവർ പുനരുത്ഥാനമാസ്വദിക്കും. പതിനാലാം സ്ഥലം. ഈശോ മിശിഹായുടെ ദിവ്യദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ആർക്കോ വേണ്ടി നിർമ്മിച്ച കല്ലറയിൽ ഈശോയുടെ തിരുശരീരം സംസ്കരിച്ചു. അവിടുത്തെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം നിറവേറിയേ പറ്റൂ. എന്തെന്നാൽ അവിടുന്ന് പിതാവിൽ നിന്ന് വന്നവനാണെന്ന് തെളിയിക്കപ്പെടേണ്ടിയിരുന്നു. ഈശോ മരിച്ചതും അടക്കപ്പെട്ടതും അരുളി ചെയ്തതുപോലെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ്. ജനിച്ചത് കാലിത്തൊഴുത്തിൽ, മരിച്ചത് മരക്കുരിശിൽ, സംസ്കരിക്കപ്പെട്ടതോ അന്യനു വേണ്ടി ഒരുക്കിയ കല്ലറയിൽ. ഭൂമിയിലുള്ള ഒന്നിനും വേണ്ടി ഈശോ ജീവിച്ചില്ല. അതിനാൽ ആ ദിവ്യശരീരം ഭൂമിയിൽ വിലയം പ്രാപിക്കാൻ പാടില്ല. തൻ്റെ പരിശുദ്ധൻ മണ്ണിൽ ജീർണിക്കുക എന്നത് ദൈവത്തിൻ്റെ നീതിയല്ല. മരണത്തെ ജയിച്ച് ഈശോ ഉയർത്തു വന്നേ പറ്റൂ. അതാണ് ദൈവനീതി. കർത്താവായ ഈശോയെ, അവിടുത്തെ ജീവിതം വഴി ഞങ്ങൾക്ക് വീണ്ടെടുപ്പിനുള്ള വഴി തുറന്നു കിട്ടി. ആദത്തിൽ തകർന്ന ഞങ്ങൾക്ക് അങ്ങയിൽ രക്ഷ പ്രാപിക്കാൻ ഭാഗ്യമുണ്ടായി. സകല ജാതികളെയും രക്ഷയുടെ ഈ സന്ദേശം അറിയിക്കാൻ ഞങ്ങളെ പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ട് ജ്വലിപ്പിക്കണമേ.